ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഇൻക്വയർ ലൈഫ് സയൻസ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രഷ് യൂണിറ്റ് ആണ്, വിച്ച് ഇസ് ഡെവലപ്മെന്റൽ ബയോളജി. അതിലെ സെൽഫ് ഫെയ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ CSIR UGC നെറ്റ്. സോ നിങ്ങൾ റെഡി ആണെങ്കിൽ ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് പെൻ, വി വിൽ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ലെവൽസ് ഓഫ് കമ്മിറ്റ്മെന്റ് ആണ് ആദ്യം നമ്മൾ പറയുന്നത്. വി നോ ദാറ്റ് egg fuses with the sperm to form zygote. Zygote is the single cell stage. ഈ സൈഗോട്ടില് ക്ലീവേജ് നടന്നിട്ട് ഡിഫറെന്റ് സെൽസ് അല്ലെങ്കിൽ ഒരുപാട് സെൽസ്, മോർ സെൽസ് ഉണ്ടാവും. ഓക്കെ, ഈ മോർ സെൽസില് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് കിഡ്നി ആവുമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ലിവർ സെൽസ് ആവും, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് സ്കിൻ സെൽസ് ആവും, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ബ്രെയിൻ സെൽസ് ആവും. അങ്ങനെ നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസിനും ഓരോ ടിഷ്യൂസിനും പറ്റുന്ന രീതിയിൽ ഓരോ സെൽസും ഓരോ ഫേറ്റ് എടുക്കും. സോ ഏത് സെല്ലായി മാറുന്നു, ഏത് സെൽ ഏത് ടിഷ്യൂവിന്റെ പാർട്ടായി മാറുന്നു അല്ലെങ്കിൽ ഏത് ഓർഗന്റെ പാർട്ടായി മാറുന്നു, അതാണ് ആ സെല്ലിന്റെ ഫേറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ അൺഓർഗനൈസ്ഡ് എഗ് ബിക്കംസ് ഓർഗനൈസ്ഡ്. എങ്ങനെയാണ് ഒരു അൺഓർഗനൈസ്ഡ് എഗ് ഓർഗനൈസ്ഡ് ആവുന്നത്? എങ്ങനെയാണ് ഡിഫറെന്റ് സെൽസ് സെയിം ജീനോമിനെ ഡിഫറൻഷ്യലി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ആൻഡ് ദ മെനി മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദീസ് സെൽസ്, സിഗ്നലിംഗ് ബിറ്റ്വീൻ ദീസ് സെൽസ് ആൻഡ് ദസ് ഓർക്കസ്ട്രേറ്റ് ദ യൂണിക് പാറ്റേൺസ് ഓഫ് ദർ ഡിഫറൻഷിയേഷൻ. ഇതൊക്കെ നമുക്ക് എപ്പോഴും വരുന്ന കൺഫ്യൂഷൻസ് ആണ്. എങ്ങനെയാണ് ഒരു സെല്ലിൽ നിന്നാണ് ഇത്രയും വലിയ ഓർഗാനിസം ഉണ്ടാവുന്നത്? അപ്പൊ ഒരു സെല്ലിന് കിട്ടുന്ന സെയിം ജീനോമാണ് ഈ ഡിഫറെന്റ് സെല്ലുകളിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ സെയിം ജീനോമിനെ ഡിഫറൻഷ്യലി ഇവര് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ ഇതിനൊക്കെ കാരണം കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. സോ എംബ്രിയോജെനസിസ് എന്ന് പറഞ്ഞാൽ എംബ്രിയോന്റെ ഫോർമേഷൻ ആണ്. ഈ സമയത്ത് അൺഡിഫറൻഷിയേറ്റഡ് അല്ലെങ്കിൽ ഇമ്മെച്യൂർ ആയിട്ടുള്ള സെല്ല് മെച്യൂർ ആവും ത്രൂ സ്പെസിഫിക് സ്റ്റേജസ്. ആ സ്പെസിഫിക് സ്റ്റേജസിലൂടെ കടന്നുപോയി അവസാനം ഒരു സ്പെസിഫിക് ഫേറ്റിലോട്ട് കമ്മിറ്റ് ചെയ്യും ഒരു സെൽ. അപ്പൊ ഒരു സെൽ എന്ന് പറയുമ്പോൾ ആ സെല്ലിന് ചില സ്പെസിഫിക് സ്റ്റേജസിലൂടെ മെച്യൂറായി അവസാനം അതൊരു സ്പെസിഫിക് ഫേറ്റ് കമ്മിറ്റ് ചെയ്യും. അപ്പൊ ഈ സ്റ്റേജസ് ആണ് സ്പെസിഫിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഫൈനലി ഡിഫറൻഷിയേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, വിച്ച് ഇസ് എ ലബൈൽ ഫേസ്. ലബൈൽ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്ന ഒരു ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിരിക്കും. വെറസ് ഡിറ്റർമിനേഷൻ ഇസ് എ റിവേഴ്സിബിൾ കമ്മിറ്റ്മെന്റ്. ഡിറ്റർമൈൻഡ് ആവുക എന്ന് പറയുമ്പോൾ അതൊരു റിവേഴ്സിബിൾ കമ്മിറ്റ്മെന്റ് ആണ്. ലൈക്ക് വൈസ് നമ്മൾ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ നമുക്ക് പല പല എയിമുകൾ, നമ്മുടെ അംബിഷൻസ് അല്ലെങ്കിൽ എയിംസ് എന്ന് പറയുന്നത് പലതായിരിക്കും. ബട്ട് ഒരു ടൈമിൽ എത്തുമ്പോൾ നമ്മൾ ഡിറ്റർമൈൻഡ് ആവും. നമ്മൾ സയന്റിസ്റ്റ് ആണോ, ഡോക്ടർ ആണോ, ടീച്ചർ ആണോ, അഡ്വക്കേറ്റ് ആണോ, എന്ത് നമ്മുടെ പ്രൊഫഷൻ വേണം അല്ലെങ്കിൽ നമ്മുടെ അംബിഷൻ എന്താണെന്ന് നമ്മൾ ഡിറ്റർമൈൻഡ് ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ വെച്ച് നമ്മൾ തിരിച്ചൊരു ബാക്കിലോട്ട് ഒരു നോട്ടമില്ല, നമ്മൾ ഡിറ്റർമൈൻഡ് ആണ് നമ്മളുടെ ആംബിഷന് വേണ്ടിയിട്ട്. സോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. സോ ഇവിടുത്തെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്. ഇതൊരു ഫിക്സ്ഡ് ഫേറ്റ് ആണ്. നമ്മുടെ ഫേറ്റ് അവിടെ ഫിക്സ്ഡ് ആയി. ഇൻ ദ കേസ് ഓഫ് സെൽ അവിടെ സെല്ലിന്റെ ഫേറ്റ് ഫിക്സ്ഡ് ആയി. ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സെൽസ് ദെൻ പോകുന്നത് തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഡിഫറൻഷിയേഷനിലാണ്. ഡിഫറൻഷിയേഷൻ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ സ്പെസിഫിക്കേഷനിലും ഡിറ്റർമിനേഷനിലും സെല്ലുകൾ ചിലപ്പോൾ നൈബർ സെൽസുമായിട്ടോ അല്ലെങ്കിൽ ഇത്തിരി ഡിസ്റ്റന്റ് നൈബർ സെൽസുമായിട്ടോ ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രക്ചറലി അല്ലെങ്കിൽ ഫംഗ്ഷനലി ഡിഫറൻസ് ഒന്നും തോന്നണമെന്നില്ല. പക്ഷെ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് സ്ട്രക്ചറലി ആൻഡ് ഫംഗ്ഷനലി സ്പെഷ്യലൈസ്ഡ് ആണ്. ഈ ഒരു സ്റ്റേജിലാണ് ജീൻ എക്സ്പ്രഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് കമ്മിറ്റ്മെന്റിനെ നമുക്ക് സ്റ്റേജസ് ആയിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്പെസിഫിക്കേഷൻ. സെൽ സ്പെസിഫിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് സെൽ വിച്ച് ഇസ് നോട്ട് എ സെൽ സ്പെസിഫിക്കേഷൻ. സെൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ സെൽസ് ബിക്കം സ്പെസിഫൈഡ് ടു എ സ്പെസിഫിക് ഫേറ്റ്. ഒരു സ്പെസിഫിക് ഫേറ്റ്, അതായത് കിഡ്നി സെൽ ആവണോ, ലിവർ സെൽ ആവണോ, ബെല്ലി സെൽസ് ആവണോ, സ്കിൻ സെൽസ് ആണോ, ഏത് സെൽ ആവണമെന്നുള്ളത് അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫേറ്റ് എന്ന് പറയുന്നത്. ആ സ്പെസിഫിക് ഫേറ്റിനോട് സ്പെസിഫൈഡ് ആയാൽ ആ സെല്ലിനെ സെൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ എന്താണ് ഒരു സെൽ സ്പെസിഫൈഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫേറ്റ് ഓഫ് എ സെൽ ഓർ ടിഷ്യൂ ഈസ് സെഡ് ടു ബി സ്പെസിഫൈഡ്. ഒരു ടിഷ്യൂവിന്റെയോ സെല്ലിന്റെയോ ഫേറ്റ് സ്പെസിഫൈഡ് ആയെന്ന് പറഞ്ഞാൽ ഈ സെല്ലിനെ നമ്മൾ ഒരു പെട്രി ഡിഷോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബോ, ഈ ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ പെട്രി ഡിഷ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ എൻവിറോൺമെന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഡെവലപ്മെന്റൽ പാത്വേ. ആ സെല്ലിന്റെ ഡെവലപ്മെന്റൽ പാത്വേ വെച്ച് നോക്കുമ്പോൾ ഈ പെട്രി ഡിഷ് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ എൻവിറോൺമെന്റ് ആണ്. ഈ ന്യൂട്രൽ എൻവിറോൺമെന്റിൽ ഈ സെല്ലിനെ നമ്മൾ, അതായത് ഒരു സ്പെസിഫിക് ഫേറ്റ് എടുത്ത സെല്ലിനെ കൊണ്ടുവച്ചാൽ ആ സെൽ ഓട്ടോണമസ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കാപ്പബിൾ ആണ്. ഓട്ടോണമസ്ലി മീൻസ് ബൈ ഇറ്റ് സെൽഫ് അതെന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ
ഇതാണ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ. സ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when the cell is capable of differentiating autonomously or by itself when placed in an environment that is neutral with respect to the developmental pathway of the cell such as in petri dish or test tube. So സ്പെസിഫിക്കേഷൻ സ്റ്റേജിൽ തന്നെ സെൽ കമ്മിറ്റ്മെന്റ്, ഇവിടുത്തെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫെയ്റ്റിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ലബയിലാണ്, വിച്ച് ഇസ് കാപ്പബിൾ ഓഫ് ബീങ് ആൾട്ടേർഡ്, ചേഞ്ചസ് വരാം. ഇഫ് എ സ്പെസിഫൈഡ് സെൽ ഈസ് നമ്മളിപ്പോ സ്പെസിഫൈഡ് സെൽ ഇതിപ്പോ ഒരു കിഡ്നി സെൽസ് ആണ്, ബ്ലാസ്റ്റോമിയറിലെ കിഡ്നി സെൽസിനെ നമ്മൾ എവിടെ കൊടുത്തു? ലിവർ സെൽസ് ഉള്ള ഒരു എൻവിറോൺമെന്റിലോട്ട് കൊടുത്തു. സോ ഈ ലിവർ സെൽസും കിഡ്നി സെൽസും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കും. ഈ ഇന്ററാക്ഷന്റെ റിസൾട്ട് ആയിട്ട് മേ ബി ഈ കിഡ്നി സെൽസിന് അവരുടെ ഫേറ്റ് എന്ത് ചെയ്യാം? ആൾട്ടർ ചെയ്യാം. ഈ കിഡ്നി സെൽസ് ആവേണ്ടിയിരുന്ന സെൽസ് എന്തായി മാറുന്നു? ലിവർ സെൽസ് തന്നെയായി മാറുന്നു. സോ ഇവിടുത്തെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഫേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആവാം. If a specified cell is transplanted to a population of differentially specified cell, like ഇപ്പൊ കിഡ്നി സെൽസ് ലിവർ സെൽസിലോട്ട് കൊടുക്കുന്നു, അതാണ് ഡിഫറൻഷ്യലി സ്പെസിഫൈഡ് സെൽ, വേറൊരു ഫേറ്റ് ഉള്ള സെൽ. ദ ഫേറ്റ് ഓഫ് ദ ട്രാൻസ്പ്ലാന്റ്, നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്പ്ലാന്റിന്റെ ഫേറ്റ് വിൽ ബി ആൾട്ടേർഡ് ബൈ ഇറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ഇറ്റ്സ് ന്യൂ നൈബേഴ്സ്. അവിടുത്തെ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഫലമായിട്ട് ഈ ട്രാൻസ്പ്ലാന്റിന്റെ ഫേറ്റ് ചേഞ്ച് ചെയ്യാം. സോ ഡ്യൂറിംഗ് സ്പെസിഫിക്കേഷൻ there are three major strategies which are autonomous, conditional and syncytial. സാധാരണ എംബ്രിയോസിലെ ഈ ഓട്ടോണമസ്, കണ്ടീഷണൽ ആൻഡ് സിൻസൈറ്റിയൽ സ്പെസിഫിക്കേഷന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓട്ടോണമസ് ആൻഡ് കണ്ടീഷണൽ, സിൻസൈറ്റിയൽ, ഈ മൂന്ന് ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടോണമസ് മെയിൻലി ഇൻവേർട്ടിബ്രേറ്റ്സിലാണ് കാണുന്നത്, ലൈക്ക് സിനോപ്റ്റിഡസിൽ അഗൈൻസ്. കണ്ടീഷണൽ വേർട്ടിബ്രേറ്റ്സിലും സം ഇൻവേർട്ടിബ്രേറ്റ്സിലും ഉണ്ട്. സിൻസൈറ്റിയൽ മെയിൻലി ഇൻസെക്ട്സ് ലൈക്ക് ഡ്രോസോഫില, മെലനോഗാസ്റ്ററിലൊക്കെയാണ് സിൻസൈറ്റിയൽ സ്പെസിഫിക്കേഷൻ കാണുന്നത്. ഒരു എംബ്രിയോയിൽ തന്നെ ഈ മൂന്ന് ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷന്റെയും ഡിഫറെന്റ് കോമ്പിനേഷൻസും കാണാം. സോ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെസിഫിക്കേഷൻ വിത്ത് എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ഇൻ ഡീറ്റെയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സോ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ആണ്. ഇവിടെ ഡിറ്റർമൈൻഡ് ആയി നമ്മുടെ ഫേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ കമ്മിറ്റ്മെന്റ് ഫിക്സ്ഡ് ആവുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഡിറ്റർമിനേഷൻ. സെക്കൻഡ് സ്റ്റേജ് ആണ്. ഈ സ്റ്റേജില് കിഡ്നി സെൽസിനെ നമ്മൾ ലിവർ സെൽസിന്റെ കൂടെ വെച്ചാൽ കൂടിയും കിഡ്നി സെൽസ് തന്നെ ഫോം ചെയ്യുള്ളൂ. ഇവിടുത്തെ ഫേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ എത്ര ഇന്ററാക്ഷൻ വന്നാലും ഇവിടുത്തെ ഫേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നൈബേഴ്സിന് ഈ ട്രാൻസ്പ്ലാന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. A cell or tissue is said to be determined when it is capable of differentiating autonomously even when placed into another region of the embryo. എംബ്രിയോന്റെ വേറൊരു റീജിയനിലോ അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യലി സ്പെസിഫൈഡ് സെൽസ്, ഒരു പെട്രി ഡിഷിലുള്ള ഡിഫറൻഷ്യലി സ്പെസിഫൈഡ് സെൽസിൽ ആ എൻവിറോൺമെന്റിൽ, വേറെ ഏത് എൻവിറോൺമെന്റിൽ വെച്ചാലും, ന്യൂട്രൽ എൻവിറോൺമെന്റിലായാലും അറ്റ് ദ സെയിം ടൈം വേറെ ഡിഫറൻഷ്യലി സ്പെസിഫൈഡ് സെൽസിലെ എൻവിറോൺമെന്റിലായാലും ഈ ഡിറ്റർമൈൻഡ് സെൽസ് ആർ capable of differentiating autonomously by itself. If a cell or tissue type is able to differentiate according to its specified fate, even under these circumstances, it is assumed that commitment is irreversible. ഈ സ്റ്റേജിലെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്. Then third stage is the differentiation. ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ തേർഡ് സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജില് ജനറേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽ ടൈപ്സ്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിറ്റർമൈൻഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് സ്റ്റേറ്റ്സിലെ സെല്ലുകള് നൈബർ സെൽസുമായിട്ട്, ഡിസ്റ്റന്റ് നൈബേഴ്സ് ആയാലും നിയറസ്റ്റ് നൈബേഴ്സ് ആയാലും ആ സെൽസുമായിട്ട് ചിലപ്പോൾ മൈറ്റ് നോട്ട് ലുക്ക് ഡിഫറെന്റ് ആയിട്ട് കാണണം എന്നില്ല. സോ അവിടെ ഒരു വിസിബിൾ സൈൻസ് ഓഫ് ഡിഫറൻഷിയേഷൻ ഈ ഒരു സ്റ്റേജില്, അതായത് കമ്മിറ്റ്മെന്റ് സ്റ്റേജിൽ ലൈക്ക് സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ സ്റ്റേജിൽ കാണണമെന്നില്ല. ബട്ട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെല്ല് എന്ന് പറയുന്നത് സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഡിഫറൻഷിയേറ്റഡ് ആണ്. ഈ ഒരു സ്റ്റേജിലാണ് ജീനോംസിന്റെ ഒക്കെ എക്സ്പ്രഷൻ കാണുന്നത്. The generation of specialized cell types is called differentiation, a process during which ഇവിടെ സെൽ ഡിവൈഡ് ചെയ്യുന്നത് നിൽക്കും. സെൽ ceases to divide and develop specialized structural elements and distinct functional properties. Differentiation though is only the last stage ആണ്, overt stage ആണ് in a series of events that commit an undifferentiated cell of an embryo to become a particular. ഒരു undifferentiated അല്ലെങ്കിൽ immature cell mature ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു particular cell type ആയി മാറുന്ന സമയത്ത് മാറുന്നത് എങ്ങനെയാണ്? ഡിഫറൻഷിയേഷൻ ആണ് അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ലൈക്ക് വൈസ് ഇപ്പോ RBCയിലെ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ന്യൂറോൺസിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അതുമാതിരി ലെൻസിന്റെ സെൽസ്
ഐസിലെ ലെൻസ് സെൽസ് എന്ന് പറയുന്നത്, ഈ എല്ലാ സെല്ലുകളും ഈച്ച് അതർ ഡിഫറെന്റ് ആണ്. സോ ഈ ഒരു ഡിഫറൻസിന് കാരണം എന്താണ്? ഡിഫറൻഷിയേഷൻ ആണ്. ഈ ഒരു ഡിഫറൻസസ് ഉണ്ടാകുന്നത് സെല്ലുലാർ ബയോകെമിസ്ട്രിയിലും ഫംഗ്ഷനിലും ഈ ഒരു ഡിഫറൻസസ് ഉണ്ടാകുന്നത് ഡിഫറൻഷിയേഷൻ എന്ന സ്റ്റേജിന് ശേഷമാണ്. സോ കമ്മിറ്റ്മെന്റ് നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് പറയാം, വിച്ച് ഈസ് സ്പെസിഫിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ദെൻ ഡിഫറൻഷിയേഷൻ. സോ സ്പെസിഫിക്കേഷൻ തന്നെ 3 തരത്തിലുണ്ട്. ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ, കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ദെൻ സിൻസൈറ്റിയൽ സ്പെസിഫിക്കേഷൻ. ഇതൊരു ലബൈൽ ഫേസ് ആണ്. ഇവിടുത്തെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. വെറസ് ഇൻ ദ കേസ് ഓഫ് ഡിറ്റർമിനേഷൻ കമ്മിറ്റ്മെന്റ് ഇസ് റിവേഴ്സിബിൾ. ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നതാണ് 3rd സ്റ്റേജ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ്. ആൻഡ് ഇൻ ദിസ് സ്റ്റേജ് ദ സെൽസ് ആർ സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഡിഫറൻഷിയേറ്റഡ്. ജീനോം എക്സ്പ്രഷൻ നടക്കുന്നതും ഡിഫറൻഷിയേഷൻ സ്റ്റേജിലാണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ ഓൾസോ ജോയിൻ മൈ ടെലിഗ്രാം ചാനൽ അറിവ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഇഫ് യു ഫീൽ ലൈക്ക് ദിസ് വീഡിയോ ഇസ് helpful, you can share with your friends also, and thank you for watching.